നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ശബരിമല മകരവിളക്ക് ഇന്ന്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ ശരംകുത്തിയിലെത്തും. തുടർന്ന് 6:30 അയ്യപ്പന് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തും. മഹാദീപാരാധനയ്ക്ക് ശേഷം കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകും. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. മകരവിളക്കിന് 2 ലക്ഷത്തോളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുരക്ഷാ ഒരുക്കം പൂർത്തിയായെന്നും PS പ്രശാന്ത് കൂട്ടിച്ചേർത്തു. മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന എല്ലായിടത്തും പർണശാലകൾ നിറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ദർശനത്തിനെത്തിയ തീർത്ഥാടകർ മലയിറങ്ങാതെ കാത്തിരിപ്പിലാണ്. ശബരിമലയിലും നിലയ്ക്കലും പമ്പയിലും സമീപ പ്രദേശങ്ങളുമായി 5000 പോലീസുകാരാണ് സുരക്ഷ ഒരുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുക. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. ഇന്നലെ രാവിലെ 9:30 സ്പീക്കർ AN ഷംസീറിനെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. MLA ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് അൻവർ സ്പീക്കറെ കാണാനെത്തിയത്. കാലാവധി തീരാൻ 1 വർഷം ബാക്കി നിൽക്കെയാണ് അൻവറിൻ്റെ നിർണായക നീക്കം. രാജി സ്ഥിരീകരിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കും അൻവർ നന്ദി അറിയിച്ചു. UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പിണറായിക്കെതിരായ അവസാനത്തെ ആണിയാകണമെന്നും മലയോര മേഖലയായ നിലമ്പൂരിനെ അറിയുന്ന ആളെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്നും പ്രദേശത്ത് ഏറ്റവും പ്രശ്നം നേരിടുന്നത് ക്രൈസ്തവ വിഭാഗമാണെന്നും മലപ്പുറം DCC പ്രസിഡന്റ് PS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. CPMലെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ടാണ് അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ പരസ്യമായി പ്രതികരിച്ചതെന്ന് രാജിവെച്ച നിലമ്പൂർ MLA പറഞ്ഞു. PV അൻവർ പിന്നീട് ആ നേതാക്കൾ ഫോൺ എടുത്തില്ലെന്നും അവർ ആരാണെന്ന് പറയുന്നില്ലെന്നും അൻവർ വിശദീകരിച്ചു. സുജിത് ദാസ് SP ആയിരുന്ന കാലത്ത് മലപ്പുറം ജില്ലയിൽ ഏകപക്ഷീയമായി ഒരു സമുദായത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചെന്ന് അൻവർ ആരോപിച്ചു. ഈ വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടും ഒരു നടപടിയുമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പരസ്യമായി പ്രതികരിച്ചതെന്നും അൻവർ വ്യക്തമാക്കി. VD സതീശനെതിരെ ഉന്നയിച്ച 150 കോടി രൂപയുടെ കോഴ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഡ്രാഫ്റ്റ് ചെയ്തതാണെന്ന് രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ. പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിൻ്റെ പാപഭാരം താനിപ്പോഴും ചുമക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് നടന്ന സംഭവത്തിൽ VD സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവിനും കുടുംബത്തിനും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിന് മാപ്പ് ചോദിക്കുന്നുവെന്നും മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു. PV അൻവറിൻ്റെ മാപ്പ് സ്വീകരിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവറിന് മുന്നിൽ വാതിൽ തുറന്നിട്ടുമില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. ആന എഴുന്നള്ളത്ത് നിയന്ത്രണം സംബന്ധിച്ച് ആനകൾ തമ്മിൽ എത്ര ദൂരം വേണമെന്ന് സർക്കാർ അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2012 എഴുന്നള്ളത്ത് ചട്ടം കർശനമായി പാലിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയതാണ് ഹൈക്കോടതി പുതിയ നീക്കം. ഉത്സവങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി തേടാവൂ എന്നും 2012 ചട്ടത്തിൽ പറയുന്നതായി ഹൈക്കോടതി അറിയിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട യുക്രൈൻ-റഷ്യ യുദ്ധത്തിനിടെ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൻ ബാബു ആണ് കൊല്ലപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ന്യൂയോർക്കയുടെ അറിയിപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചു. പത്തനംതിട്ടയിലെ കായിക താരമായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ആകെ 58 പേർ പ്രതികളെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ പറഞ്ഞു. കേസിലെ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞു. പത്തനംതിട്ട, ഇലവുംതിട്ട, ആലപ്പുഴ, പന്തളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 29 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ഹണി റോസിനെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യം നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല. കേസ് ഈ മാസം 27 മാറ്റി. മുൻകൂർ ജാമ്യം നൽകുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയത്. എന്നാൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. പരാതി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്.
UDFന് നിരുപാധികമായി പിന്തുണ നൽകാനുള്ള PV അൻവർ MLAയുടെ തീരുമാനം സ്വാഗതം ചെയ്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ആര് വേണമെന്നുള്ളത് നിശ്ചയിക്കാൻ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ടെന്നും പാർട്ടി എല്ലാവരുമായി ചർച്ച ചെയ്താകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും ചെന്നിത്തല വ്യക്തമാക്കി. UDF അനുവദിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് PV അൻവർ. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി മത്സരിച്ചിരിക്കും. അദ്ദേഹം എവിടെ മത്സരിക്കുന്നുവോ അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് PV അൻവർ സഞ്ചരിക്കുന്നതെന്നും CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും CPM നേതാവ് A വിജയരാഘവൻ പറഞ്ഞു. PV അൻവർ പറയുന്നതെല്ലാം പതിരാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെറിയ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് UDF നടത്തുന്നതെന്നും എല്ലാ വർഗീയതയും അവർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എല്ലാ മനുഷ്യരെയും വർഗീയവാദികളാക്കിയാണ് UDFന്റെ ലക്ഷ്യമെന്നും വിജയരാഘവൻ പറഞ്ഞു. MK രാഘവൻ MPക്കെതിരെ കണ്ണൂരിൽ വീണ്ടും പ്രതിഷേധം. പയ്യന്നൂരിലെ പ്രവർത്തകരാണ് രാഘവനെതിരെ പരസ്യമായി പോസ്റ്ററുകൾ പതിച്ചത്. MK രാഘവന്റെ ബന്ധുവായ CPM പ്രവർത്തകന് നൽകിയ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പാർട്ടിയെ വിറ്റ് പണമുണ്ടാക്കും, രാഘവന്മാർ തുലയട്ടെ എന്നും പോസ്റ്റിലുണ്ട്. വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ PC ജോർജ് മുൻകൂർ ജാമ്യ ഹർജി നൽകി. ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ മതവിദ്വേഷ പ്രസ്താവനയിലെടുത്ത കേസിലാണ് ജാമ്യ ഹർജി നൽകിയത്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ നിന്ന് അവസാന നിമിഷം പിന്മാറി മുതിർന്ന CPM നേതാവ് G സുധാകരൻ. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സെമിനാറിൽ നിന്നുള്ള പിന്മാറ്റം. പരിപാടിയിൽ CPM പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത് G സുധാകരനെ. രമേശ് ചെന്നിത്തലയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. RTO ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ മിന്നൽ റെയ്ഡിന് പിന്നാലെ പാലക്കാട് ജില്ലയിൽ 13 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ നൽകി. വാളയാർ, ഗോവിന്ദാപുരം, ഗോപാലപുരം, നടപ്പുണി ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് റിപ്പോർട്ട്. 2 ദിവസമായി വിജിലൻസ് 26 പേർക്കെതിരെയാണ് റിപ്പോർട്ട് നൽകിയത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി കല്ലറ പൊളിക്കുമെന്ന് സബ് കളക്ടർ OV ആൽഫ്രഡ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കല്ലറ എന്ന് പൊളിക്കണം എന്ന തീരുമാനം നാളെ എടുക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇവന്റ് ഉടമ PS ജനീഷിന് ജാമ്യം. എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളി. കേസിൽ മൃദംഗ വിഷം MD നികോഷ് കുമാർ അടക്കമുള്ളവർക്ക് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.